ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന തിരിക എന്ന് പറയും, തിരോട എന്നൊക്കെ പറയില്ലേ നമ്മൾ, കലങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് മൺപാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് സ്റ്റീലിൻ്റെ റിങ് പോലത്തെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് തിരിക ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടത് നമ്മുടെ പാളയാണ് കേട്ടോ. നമ്മൾ അടയ്ക്കാരപ്പട്ട എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാലെടുക്കുക. അതിന് ശേഷം അതിന് രണ്ടായിട്ട് ഇതുപോലെ പിളർത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ രണ്ട് പീസാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് ചുരുട്ടിയിട്ടാണ് നമ്മുടെ തിരികെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഞാരുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള അടയ്ക്കാരപ്പട്ടയുടെ ബാക്കിയുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ഞാരുകൾ മുറിച്ചെടുക്കണം കേട്ടോ. അധികം കനമില്ലാത്ത കുഞ്ഞു കുഞ്ഞു ഞാരാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പട്ടയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഞാരുകളൊക്കെ കിട്ടും. ഒരു ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം കേട്ടോ ഇത്. ആകെ വേണ്ടത് അടയ്ക്കാരപ്പട്ട മാത്രമാണ് നമ്മുടെ വീട്ടിൽ. അങ്ങനെ അത് നമുക്ക് അത്യാവശ്യം കുറച്ച് വേണ്ടി വരും. അത് ചുറ്റി കെട്ടണമെങ്കിൽ അത്യാവശ്യം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തിരികെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാരുകളാണ് നമ്മൾ ആ അടയ്ക്കാരപ്പട്ടയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ച് വേണം നമ്മുടെ തിരികെ കെട്ടാനായിട്ട്. അങ്ങനെ നമുക്കിത് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വളച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മടങ്ങുന്ന പോലത്തെ പട്ട വേണം നമ്മൾ എടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല കനം കുറവായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ വളച്ച് ഒരു റൗണ്ടിലോട്ടാക്കി മാറ്റണം. ഇനി നമുക്ക് അടയ്ക്കാരപ്പട്ടേനെ ചുറ്റണതുകൊണ്ട് കേട്ടോ ആ ഒരു റൗണ്ടിലേക്ക് വരാനായിട്ട് അതുപോലെ മടക്കി ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഞാരുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അടയ്ക്കാരപ്പട്ടേനെ എന്ത് ചെയ്യണം, കെട്ടണം കേട്ടോ. അത്യാവശ്യം വലിയ കലങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വലിയ റൗണ്ടാക്കി എടുക്കാം. ഇത് നമ്മൾ ഒരു മീഡിയം സൈസാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ. അങ്ങനെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അടയ്ക്കാരപ്പട്ടയുടെ വള്ളികൾ ഉപയോഗിച്ചത് അതുപോലെ കെട്ടി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ ടൈറ്റിൽ കെട്ടണം. നമ്മുടെ ഈ പട്ടയുടെ ഈ ഞാരുകളൊക്കെ ഇങ്ങനെ പൊന്തി വരാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടാനായിട്ട്, ശരിക്കും ഒരു ഒതുങ്ങിയിരിക്കുന്ന പോലെ. അപ്പോൾ നല്ലപോലെ വലിച്ചിനെ ടൈറ്റാക്കി കെട്ടണം കേട്ടോ. അത് ചുറ്റും നമ്മൾ കെട്ടി വരണം. അതാണ് ഇതിൻ്റെ ഒരു അടുത്ത പണി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചുറ്റി അങ്ങനെയല്ല, ഓരോ ഞാരെടുക്കുക, ഓരോ സെക്ഷൻ ഇങ്ങനെ കെട്ടുക, അടുത്ത ഞാനെടുക്കുക, അടുത്ത ഭാഗം കെട്ടുക, അങ്ങനെയാണ്. ഇത് നമുക്ക് പല വലുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഏത് കലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു തിരികേമ നമുക്ക് വെക്കാൻ പറ്റും. തിരോട എന്നൊക്കെ നമ്മൾ പറയും പണ്ടുള്ളവർ. അപ്പോൾ നമുക്ക് ഏത് കലായാലും ഇണങ്ങാതെ ഇങ്ങനെ ഇരുന്നോളൂ, ശരിക്കും സെറ്റായിട്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന റിങ്ങൊക്കെ നമ്മൾ മൺകലമൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇണങ്ങും. പക്ഷേ ഇതിൽ ശരിക്ക് ഫിക്സ് ആയിട്ട് തന്നെ അതിങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സിമ്പിളാണ്. ഇങ്ങനെ പാളയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചുരുട്ടി ഇതുപോലെ കെട്ടിയൊക്കെ മടക്കി സെറ്റ് ചെയ്തെടുക്കാം. പണ്ടൊക്കെ നമ്മൾ കൂജകളിലാണല്ലോ വെള്ളം വെച്ചിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കലങ്ങളിൽ വെള്ളം വെക്കുമ്പോൾ അതിന് താഴെ ഇതുപോലെ തിരികൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ കൂജ വെക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളത്തിന് നല്ല തണുപ്പ് കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ നല്ല ഐസ് പോലത്തെ വെള്ളമൊക്കെ നമ്മുടെ കലത്തിൽ നിന്നൊക്കെ കിട്ടിയിരുന്നത് കേട്ടോ. ഇപ്പം ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
അങ്ങനെ ദേ നമ്മുടെ തിരികെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1-2 കൂടെ കെട്ടാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ തിരിക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു ഫിനിഷ് ആയപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗി അല്ലേ, നല്ലൊരു ഫിനിഷിങ് തോന്നില്ലേ നിങ്ങൾക്ക്? ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കാലോ ഇതൊക്കെ കയറ്റി വെക്കാനായിട്ട് നല്ലതാണ്, വീടിനൊരു ഭംഗിയാണ്. ഇപ്പോൾ ഒക്കെ ട്രഡീഷണൽ ലുക്കാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. വീടുകളിൽ അറേഞ്ച് ചെയ്തതും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടുകളിൽ വെച്ചാൽ അതൊരു ഷോയാണ്, നല്ല ഭംഗിയുമാണ് കാണാൻ. ഞാൻ ദേ ഒരു കലം വെച്ചിട്ട് കാണിച്ചു തരാം. എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ? കലത്തിൻ്റെ അടിഭാഗം നമ്മുടെ ഇതിൽ തട്ടാതിരിക്കാനായിട്ട് നല്ലൊരു ടൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.